ക്രിക്കറ്റ് പ്രേമികൾക്കിനി ആഘോഷനാളുകൾ. 19ാമത് എഡിഷൻ ഇന്ത്യൻ പ്രീമിയർ ലീഗിന് മാർച്ച് 28 ശനിയാഴ്ച വിളക്കുകൾ തെളിയും. ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും സൺറൈസേഴ്സ് ഹൈദരാബാദുമാണ് ഏറ്റുമുട്ടുന്നത്. റോയൽ തുടക്കവുമായി RCB സ്വപ്നക്കുതിപ്പിലേക്ക് നീങ്ങുമോയെന്നും ഉദയസൂര്യന്മാർ ജ്വലിച്ചുയരുമോയെന്നും ആരാധകർ ഉറ്റുനോക്കുകയാണ്. മലയാളി താരം സഞ്ജു സാംസൺ ഇത്തവണ പാടണിയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനു വേണ്ടിയാണെന്ന പ്രത്യേകത കൂടിയുണ്ട്. 2020 ലോകകപ്പിൽ മാസ്മരിക പ്രകടനം നടത്തിയ താരം IPLലും കത്തിക്കയറുന്നതിനാണ് ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇതിഹാസ താരം MS ധോണിയുടെ കീഴിൽ സഞ്ജു കൂടി ചേരുമ്പോൾ ചെന്നൈ ക്യാമ്പിലും ആരാധക മനസ്സിലും ഒരുപോലെ അഡ്രിനാലിൻ തിളച്ചുമറിയുമെന്നുറപ്പ്. സ്ഥിരതയില്ലെന്ന പഴികൾ കേട്ട് തഴമ്പിച്ച സഞ്ജു ഇത്തവണ പക്ഷേ ഉജ്ജ്വല ഫോമിലാണ് ചെപ്പോക്കിലേക്ക് വണ്ടി കയറുന്നത്. 44കാരനായ ധോണിയുടെ അവസാന IPL ആകുമോയെന്ന് തല ഫാൻസും വിചാരിക്കുന്ന സാഹചര്യത്തിൽ കിരീടത്തിൽ കുറഞ്ഞൊന്നും CSK പ്രതീക്ഷിക്കുന്നില്ല. ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിന് കീഴിൽ MS ധോണി, സഞ്ജു സാംസൺ, ശിവം ദുബെ, നൂർ അഹമ്മദ്, ഡെവാൾഡ് ബ്രവിസ്, ജേമി ഓവർട്ടൺ, നഥാൻ എല്ലിസ്, മാറ്റ് ഹെൻറി തുടങ്ങി കരുത്തുറ്റ നിരവധി താരങ്ങൾ ചെന്നൈ സ്ക്വാഡിലുണ്ട്. ഹെഡ് കോച്ചായി സ്റ്റീഫൻ ഫ്ലെമിംഗും ബാറ്റിംഗ് കോച്ചായി മൈക്ക് ഹസിയും ചേരുമ്പോൾ അവരുടെ മിന്നൽ പ്രകടനങ്ങൾ കളത്തിൽ കാണാമെന്ന വിശ്വാസത്തിലാണ് ആരാധകർ. ധോണിയുടെ പിൻഗാമിയായി കണ്ട് 14 കോടി രൂപ മുടക്കി ടീമിലെടുത്ത കാർത്തിക് ശർമ്മയും ജഡേജയുടെ പിൻഗാമിയായി കണ്ട് 14 കോടിക്ക് ലേലത്തിൽ വാങ്ങിയ പ്രശാന്ത് വീറും ടീമിന്റെ ഭാവി പ്രതീക്ഷകളാണ്. ഈ ലിസ്റ്റിലേക്ക് ആയുഷ് മാത്രെ എന്ന പേരുകൂടി CSK എഴുതി ചേർക്കുന്നുണ്ട്. കിടിലൻ ടീമുണ്ടെങ്കിലും രവീന്ദ്ര ജഡേജയുടെ വിടവ് നികത്താൻ ആരുണ്ടാകുമെന്ന് കണ്ടറിയണം. സാം കരനും ഇത്തവണ മഞ്ഞക്കുപ്പായത്തിലുണ്ടാകില്ല. കഴിഞ്ഞ സീസണിൽ 10ാം സ്ഥാനമെന്ന ദയനീയ സ്ഥിതിയിൽ നിന്ന് ചെന്നൈ ഉയർത്തെഴുന്നേൽക്കുമോ? കാത്തിരിക്കാം.